മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ആന്റോ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനം. പൂഞ്ഞാറിൽ വൈദികനെ വാഹനമിടിപ്പിച്ചു എന്ന വിഷയത്തിൽ MP പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു. പക്വതയോടെ വിഷയത്തിൽ ഇടപെടുന്നതിന് പകരം ഒരു വിഭാഗത്തെ മാത്രം കേട്ടെന്നും വിമർശനം. ജോസി ബാബു കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ജോസി, എന്താണ് ഈ വിമർശനത്തിന് കാരണം? അമൃത, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് ചേർന്നത്. ഈ യോഗത്തിലാണ് MP ആന്റോ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത്. പത്തനംതിട്ട പാർലമെന്റ് അംഗമായ ആന്റോ ആന്റണി പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഉൾപ്പെടുന്ന കോട്ടയം നിയമസഭാ മണ്ഡലത്തിന്റെ കൂടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായ പൂഞ്ഞാറിലെ വൈദികനെ വിദ്യാർത്ഥികൾ ആക്രമിച്ചതിനെ സംബന്ധിച്ചുള്ള കേസിൽ ഏകപക്ഷീയമായ നിലപാടാണ് MP സ്വീകരിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള ഒരു സമീപനം MPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. ഈ വിമർശനവും അതൃപ്തിയും MPയെ നേരിട്ട് അറിയിക്കുവാനും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. MSF യൂത്ത് ലീഗ് പ്രതിനിധികളാണ് ഈ പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിച്ചത്. 7-ാം തീയതി ഇരാറ്റുപേട്ടയിൽ PK ഫിറോസ് പങ്കെടുക്കുന്ന യോഗം നടത്തുവാനും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ലീഗിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ UDFന്റെ MP കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ആന്റോ ആന്റണിക്കെതിരെ ഘടകകക്ഷിയായ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന കടുത്ത വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അമൃത.